ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. യുദ്ധം അവസാനിപ്പിക്കുവാൻ ധൃതിയില്ല. അന്തിമ കരാറിലെത്തുന്നതുവരെ ഹോർമുസിലെ ഉപരോധം തുടരും ട്രംപ്. ഇറാനുമായുള്ള വെടിനിർത്തൽ ധാരണ നാളെ അവസാനിക്കാനിരിക്കെ കരാർ നീട്ടുവാൻ സാധ്യതയില്ലെന്ന് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഒരു അന്തിമ കരാറിലെത്തുന്നതുവരെ ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം തുടരും. യുദ്ധം അവസാനിപ്പിക്കുവാൻ തനിക്ക് യാതൊരു ധൃതിയുമില്ലെന്നും കൂടുതൽ ചർച്ചകൾ വൈകാതെ തന്നെ പാകിസ്ഥാനിൽ നടക്കും എന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹം ദേശീയ SC/ST കമ്മീഷന് മുൻപിൽ DGP നേരിട്ട് ഹാജരാകും. വീഴ്ചയില്ലെന്ന് അറിയിക്കും. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹത്തിൽ ദേശീയ SC/ST കമ്മീഷന് മുൻപിൽ DGP നേരിട്ട് ഹാജരാകും. രേഖകൾ പ്രകാരം 18 വയസ്സ് പൂർത്തിയായെന്നും കല്യാണം നടത്തിയതിൽ വീഴ്ചയില്ലെന്നും സംസ്ഥാന പോലീസ് മേധാവി അറിയിക്കും. രേഖകൾ പ്രകാരം 18 വയസ്സ് പൂർത്തിയായി. രേഖകൾ വ്യാജമല്ലെന്ന് ഉറപ്പിച്ചെന്നും നിലപാട്. നാളെയാണ് ഡൽഹിയിൽ DGP ഹാജരാകുന്നത്. കൊടും ചൂടിൽ കേരളം. പാലക്കാട് റെക്കോർഡ് താപനില. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്തെ കടുത്ത ചൂടിൽ പൊറുതിമുട്ടി ജനജീവിതം. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസിലെത്തി. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുവാനാണ് സാധ്യത. പാലക്കാട് ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുവാൻ സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ്. വനിതാ സംവരണം. BJP പ്രചാരണത്തിനെതിരായ കോൺഗ്രസ് പരിപാടികൾക്ക് ഇന്ന് തുടക്കം. വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ ചൊല്ലി ഭരണപ്രതിപക്ഷ പോര് തുടരുന്നു. വനിതാ സംവരണം ഉയർത്തിയുള്ള സർക്കാരിന്റെയും BJPയുടെയും പ്രചാരണത്തിനെതിരായ കോൺഗ്രസ് പരിപാടികൾക്ക് ഇന്ന് തുടക്കം. 29 പ്രധാന നഗരങ്ങളിൽ വനിതാ നേതാക്കളും വക്താക്കളും വാർത്താ സമ്മേളനം നടത്തും. നേരത്തെ പാസാക്കിയ ബിൽ പ്രകാരം വനിതാ സംവരണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടും. ശബരിമല യുവതീ പ്രവേശന കേസ്. സുപ്രീം കോടതിയിൽ ഇന്ന് വീണ്ടും വാദം. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വീണ്ടും വാദം നടക്കും. ശബരിമല മുൻ തന്ത്രി കണ്ഠരര് രാജീവര് ഇന്നും വാദം ഉന്നയിക്കും. ഓരോ ക്ഷേത്രത്തിനും അതിന്റേതായ സ്വഭാവ സവിശേഷതകളുണ്ടെന്നും ശബരിമലയിലെ ആചാരം അനിവാര്യമായ ഒന്നാണോ എന്ന് കോടതിക്ക് പരിശോധിക്കുവാനാകില്ലെന്നും കഴിഞ്ഞ തവണ വാദമുന്നയിച്ച ഘട്ടത്തിൽ തന്ത്രി കണ്ഠരര് രാജീവര് പറഞ്ഞിരുന്നു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. നെട്ടയത്തെ BJP CPIM സംഘർഷം. സമാധാന അന്തരീക്ഷം തകർക്കുവാനാണ് BJP RSS ശ്രമമെന്ന് A. റഹീം. തിരുവനന്തപുരം നെട്ടയത്തെ BJP CPIM സംഘർഷത്തിൽ പ്രതികരണവുമായി CPIM. സമാധാന അന്തരീക്ഷം തകർക്കാനാണ് BJP RSS ശ്രമമെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി A. റഹീം MP. കോർപ്പറേഷൻ ഭരണം കിട്ടിയതിന്റെ ഹുങ്കാണ് BJPക്ക്. റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകയെ പോലും ആക്രമിക്കുന്നു. ജനാധിപത്യ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്നും A. റഹീം MP പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ആവേശത്തിൽ തമിഴ്നാടും പശ്ചിമ ബംഗാളും. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 6 മണി വരെയാണ് പ്രചാരണത്തിനുള്ള സമയം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഡോർ ടു ഡോർ ക്യാമ്പയിനിലും വാഹന പ്രചാരണങ്ങളിലും സജീവമാണ്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് വൈകിട്ട് 3 മണി മുതൽ പ്രചാരണം തുടങ്ങും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.